വെൽക്കം ടു ഓൾ. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ചില സ്പെഷ്യൽ ഐറ്റംസിൻ്റെ ട്രീറ്റ്മെൻറ്റും അത് റിലേറ്റ് ചെയ്യുന്ന കുഞ്ഞ് പ്രോബ്ലംസുമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിപ്രീസിയേഷൻ. അതെങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എഴുതേണ്ടത്, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ എവിടെ തന്നാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്താണെന്ന് നമുക്ക് അറിയാം. എന്താണ് നമ്മുടെ നോൺ കറണ്ട് അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫിലേക്ക് അതിൻ്റെ കോസ്റ്റ് അപ്പോർഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനീസ് ആക്ട് പ്രകാരം നമുക്ക് ഡിവിഡൻഡ് ഡിക്ലയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. അതായത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ട് ബാക്കിയുള്ള പ്രോഫിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിവിഡൻഡ് ഡിക്ലയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ മാനേജറുടെ കമ്മീഷൻ അല്ലെങ്കിൽ റെമ്യൂണറേഷൻ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്, ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള നെറ്റ് പ്രോഫിറ്റിൻ്റെ മുകളിലാണ്. സാധാരണ നമ്മുടെ കമ്പനീസ് ആക്ട് പറയുന്നത് എന്താണ്, നമ്മുടെ ബാലൻസ് ഷീറ്റിൽ എല്ലാ അസറ്റ്സും റിട്ടേൺ ഡൗൺ വാല്യൂവിൽ വേണം കാണിക്കാൻ എന്ന്. അതായത് വാല്യൂ ഓഫ് അസറ്റ്സ് മൈനസ് ഡിപ്രീസിയേഷൻ അങ്ങനെ കാണിക്കണം എന്നാണ് പറയുന്നത്. ശരിക്കും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന എൻട്രി എന്ന് പറയുന്നത് ഇതാണ്, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെക്ടർ ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ആണ്. നമുക്കറിയാം ഡിപ്രീസിയേഷൻ നമ്മൾ എവിടെ കാണിക്കാറുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കാറ്. സോ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ നമ്മൾ എവിടെ കാണിക്കുക, ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക. അതായത് ഒറിജിനൽ അസറ്റിൻ്റെ കോസ്റ്റിന്ന് ലെസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ കാണിക്കാറുള്ളത്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡിപ്രീസിയേഷൻ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ നമ്മൾ എവിടെ കാണിക്കണം, ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. എങ്ങനെ കാണിക്കണം, ആസ് ഡിഡക്ഷൻ ഫ്രം ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ്. എന്നിട്ട് നമ്മളത് നോട്ട്സിൽ കാണിക്കണം എന്തുകൊണ്ടാണ് ഈ ഫിക്സഡ് അസറ്റിൻ്റെ കോസ്റ്റ് എമൗണ്ട് ഇങ്ങനെ വന്നതെന്നുള്ളത്. ഇനി ചില കേസിൽ ഡിപ്രീസിയേഷൻ ട്രയൽ ബാലൻസിലായിരിക്കും തന്നിട്ടുണ്ടാവുക ക്വസ്റ്റ്യനിൽ. അങ്ങനെയാണെങ്കിൽ നമ്മളത് എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ കാണിക്കും അണ്ടർ ദ ഹെഡ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മളെന്താണ്, ട്രയൽ ബാലൻസിലാണ് തന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മാത്രമാണ് ഡിപ്രീസിയേഷൻ ആൻഡ് അതർ അമോർട്ടൈസേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. അത് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ എന്താണ്, നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിക്കും, ബാലൻസ് ഷീറ്റിലും കാണിക്കും. എന്നിട്ട് നോട്ടിൽ എന്ത് കാണിക്കും, കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റിന് അത് കുറച്ച പോലെ കാണിക്കും. സോ ട്രയൽ ബാലൻസിൽ ഡിപ്രീസിയേഷൻ തന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ മാത്രം കാണിച്ചാൽ മതി. അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിക്കണം. പിന്നെ എവിടെ കാണിക്കണം, ബാലൻസ് ഷീറ്റിൽ ബൈ വേ ഓഫ് ഡിഡക്ഷൻ ഫ്രം കോസ്റ്റ് ഓഫ് അസറ്റ് ആയിട്ടും കാണിക്കണം. ട്രയൽ ബാലൻസിൽ തന്ന അതിൻ്റെ അർത്ഥം അത് ഓൾറെഡി ബാലൻസ് ഷീറ്റിൽ റിഫ്ലക്റ്റഡ് ആയി എന്നാണ്. സോ നമ്മളത് വീണ്ടും കുറയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ റൂൾ ഓർത്ത് വയ്ക്കുക, ട്രയൽ ബാലൻസിലാണെങ്കിൽ നമ്മൾ ഡിപ്രീസിയേഷൻ ഒറ്റ സ്ഥലത്ത് കാണിച്ചാൽ മതി, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. അതല്ല അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെയും കാണിക്കണം, ബാലൻസ് ഷീറ്റിലും ആസ് ഡിഡക്ഷൻ ഫ്രം നോൺ കറണ്ട് അസറ്റായിട്ട് കാണിക്കണം. ഇനി നമുക്ക് വരുന്നൊരു ഐറ്റമാണ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. നമുക്കറിയാം ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എങ്ങനെയാണ്, ഹാഫ് ഇയർലി ആണ് പേ ചെയ്യുക. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെ കാണിക്കുക, ഫുൾ ഇയറിൽ എത്ര രൂപ ഇൻട്രസ്റ്റ് കൊടുത്തോ അതാണ് നമ്മൾ കാണിക്കുക. അതായത് ഫിനാൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആ ഇയറിൽ കൊടുത്ത ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കാണിക്കുക. ഇൻട്രസ്റ്റ് പെയ്ഡ്, ഇൻട്രസ്റ്റ് അക്രൂഡ് ബട്ട് നോട്ട് ഡ്യൂ, ഇൻട്രസ്റ്റ് അക്രൂഡ്, അതുപോലെ ആൻഡ് ഡ്യൂ, അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യും. പേ ചെയ്താലും പേ ചെയ്തില്ലെങ്കിലും ഇഫ് ഇറ്റ്സ് അക്രൂസ് വി വിൽ ഷോൺ ദ ടോട്ടൽ എമൗണ്ട് ഓഫ്
ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഫോർ ദ ഇയർ ഇൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മുടെ ബോത്ത് ഇൻട്രസ്റ്റ് അക്രൂഡ് ബട്ട് നോട്ട് ഡ്യൂ ആൻഡ് ഇൻട്രസ്റ്റ് അക്രൂഡ് ആൻഡ് ഡ്യൂ, അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യും? കറണ്ട് ലൈബിലിറ്റീസിൽ കാണിക്കണം. എന്തൊക്കെ? ഇൻട്രസ്റ്റ് അക്രൂഡ് ബട്ട് നോട്ട് ഡ്യൂ ആൻഡ് ഇൻട്രസ്റ്റ് അക്രൂഡ് ആൻഡ് ഡ്യൂ, ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? കറണ്ട് ലൈബിലിറ്റീസിൽ കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ കറണ്ട് ലൈബിലിറ്റീസിൽ കാണിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? അതർ കറണ്ട് ലൈബിലിറ്റീസിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. എന്ത്? ഇൻട്രസ്റ്റ് അക്രൂഡ് ബട്ട് നോട്ട് ഡ്യൂ, ഇൻട്രസ്റ്റ് അക്രൂഡ് ആൻഡ് ഡ്യൂ. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൽ കറണ്ട് ലൈബിലിറ്റീസിൽ നമ്മൾ കാണിക്കണം. എന്നിട്ട് നോട്ട്സ് ടു അക്കൗണ്ടിലും അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം കാണിക്കണം. ഇനി എന്താണ്? ഡിഡക്ട്. നമ്മൾ ടാക്സ് അറ്റ് സോഴ്സ്, TDS എന്ന് കേട്ടിട്ടുണ്ടാവും. ഡിഡക്ട് ടാക്സ് അറ്റ് സോഴ്സ്. ഇൻട്രസ്റ്റ് നമ്മൾ ഡിബഞ്ചർ ഹോൾഡറിന് പേ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ടാക്സ് ഡിഡക്റ്റ് ചെയ്യണം. ആ കൺസേൺഡ് റേറ്റിൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഇൻട്രസ്റ്റ് ഡിബഞ്ചർ ഹോൾഡർക്ക് നമ്മൾ പേ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് ഡിബഞ്ചേഴ്സിനുള്ള ഇൻട്രസ്റ്റ് എപ്പോഴാണ് ഡ്യൂ ആവുമ്പോൾ വരുന്ന ജേണൽ എൻട്രീസ് കുറച്ച് പഠിക്കാനുണ്ട്. ഒരു 4 ജേണൽ എൻട്രി ഉണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് റിലേറ്റ് ചെയ്യുന്നത്. സോ എപ്പോഴാണോ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഡ്യൂ ആവുന്നത് അപ്പോൾ വരുന്ന എൻട്രി എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെക്റ്റർ. ഗ്രോസ് എമൗണ്ട് ആണ് എഴുതുക. എത്രയാണോ ടോട്ടൽ ഇൻട്രസ്റ്റ് അത് ടു ഇൻകം ടാക്സ് പേയബിൾ, അതായത് എത്രയാണോ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടത്, അതായത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എത്രയാണോ അത് ടു ഡിബഞ്ചർ ഹോൾഡർ, അതായത് അയാൾക്ക് കൊടുക്കുന്ന നെറ്റ് എമൗണ്ട്. സോ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഡ്യൂ ആവുമ്പോൾ വരുന്ന എൻട്രി എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെക്റ്റർ ടു ഇൻകം ടാക്സ് പേയബിൾ ടു ഡിബഞ്ചർ ഹോൾഡർ ആണ്. ഇനി അതാണ് ഡ്യൂ ആവുമ്പോൾ. ഇനി നമ്മൾ പേ ചെയ്യുമ്പോൾ എപ്പോഴാണ് ഡിബഞ്ചർ ഹോൾഡർക്ക് നമ്മൾ നെറ്റ് എമൗണ്ട് പേ ചെയ്യുക? ടാക്സ് കഴിച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് പേ ചെയ്യുമ്പോൾ വരുന്ന എൻട്രി എന്താ? ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ഡെക്റ്റർ ടു ബാങ്ക്. ഇനി നമ്മൾ പേ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? അത് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ട്രാൻസ്ഫർ ഇറ്റ് ടു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് നമ്മൾ നെറ്റ് എമൗണ്ട് അല്ല ട്രാൻസ്ഫർ ചെയ്യുക. വി വിൽ ട്രാൻസ്ഫർ ദ ഗ്രോസ് എമൗണ്ട്, അതായത് ടാക്സും കൂടിയും ഇൻക്ലൂഡ് ആയിട്ടുള്ള എമൗണ്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. നോക്കി നോക്കൂ, അതിൻ്റെ എൻട്രി വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെക്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ. ഈ എമൗണ്ട് എന്ന് പറയുന്നത് ഗ്രോസ് എമൗണ്ട് ആണ്, അതായത് ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുക്കുന്നത് പ്ലസ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്. ഇനി എപ്പോഴാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഡ്യൂ ആയി പക്ഷെ എന്താണ് പേ ചെയ്തില്ല, അതായത് നമ്മൾ കൊടുത്തിട്ടില്ല, അതായത് ഔട്ട്സ്റ്റാൻഡിങ് ഡിബഞ്ചേഴ്സ് ആണ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഡിബഞ്ചേഴ്സ് എന്നാണ് നമ്മൾ കൊടുക്കാത്തതിന് പറയാം ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. അപ്പോൾ അതിൻ്റെ എൻട്രി ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെക്റ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഈ 4 എൻട്രീസ് കാണാപ്പാഠം പഠിക്കുകയാണ്, വേറെ വഴിയൊന്നുമില്ല. ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിൻറ്റ്സ് പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗ്രോസ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സിൻ്റെ ടോട്ടൽ എമൗണ്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഫിനാൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. എത്രയാണോ നമ്മൾ മൊത്തം ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് നമ്മുടെ ഓർഗനൈസേഷനുള്ളത് അത് മൊത്തം നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം. ഇനി അടുത്തത് ഇൻകം ടാക്സ് പേയബിൾ, അതായത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അത് നമ്മൾ ഗവൺമെൻറ്റിന് പേ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് നമ്മൾ കുറയ്ക്കണത്. സോ ആ ഇൻകം ടാക്സ് പേയബിൾ നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ അതർ കറണ്ട് ലൈബിലിറ്റീസിൻ്റെ ഹെഡിങ്ങിൽ കാണിക്കണം. അതർ കറണ്ട് ലൈബിലിറ്റീസിൽ ഇൻകം ടാക്സ് പേയബിൾ ഓൺ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്, അതായത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് നമ്മൾ അതർ കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. എപ്പോഴാണോ നമ്മളത് ഗവൺമെൻറ്റിന് പേ ചെയ്യുന്നത് സോ എന്താണ് ഒരു എൻട്രി പാസ് ചെയ്യും, ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു
ബാങ്ക് അക്കൗണ്ട്. സോ അതെന്താണ്, അത് ക്ലോസ് ചെയ്ത് പോകും. അപ്പോൾ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, കറണ്ട് ലൈബിലിറ്റീസിൽ കാണിക്കണം. അതർ കറണ്ട് ലൈബിലിറ്റീസിലാണ് കേട്ടോ കാണിക്കേണ്ടത്. ഇനി ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഉണ്ടായിരിക്കും. അത് മിക്കവാറും അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിട്ടുണ്ടാവുക. നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നോട്ട്സ് ടു അക്കൗണ്ടിൽ കാണിക്കണം. ആ സെയിം എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ അതർ കറണ്ട് ലൈബിലിറ്റീസിൻ്റെ ഹെഡിങ്ങിലും കാണിക്കണം. ഒന്നും ക്വസ്റ്റ്യനിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് ഒരു കൊല്ലത്തെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും, പക്ഷേ എന്താണ് അതിൻ്റെ പകുതിയെ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതായത് ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കണു. എന്തൊക്കെയാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്? നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഗ്രോസ് എമൗണ്ട് ആണ് എടുക്കേണ്ടത്, അതായത് ടോട്ടൽ എമൗണ്ട് ഓൺ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. അതുപോലെ പിന്നെ എന്താണ്, ഇൻകം ടാക്സ് പേയബിൾ, ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള ഇൻകം ടാക്സ് അല്ലെങ്കിൽ എന്താണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, അതർ കറണ്ട് ലൈബിലിറ്റീസിലാണ് ഷോൺ ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റിൽ. പിന്നെ വരുന്നത് എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് ഡ്യൂ ആയി ബട്ട് വി ആർ നോട്ട് പെയ്ഡ്, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സെയിം എമൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അതർ കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. കാരണം എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിട്ട് വിത്തിൻ 1 ഇയറിൻ്റെ ഉള്ളിൽ നമ്മളത് സെറ്റിൽ ചെയ്യേണ്ടതാണ്. സോ നമ്മളത് അതർ കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. നോട്ട്സ് ടു അക്കൗണ്ടിൽ ഡിബഞ്ചേഴ്സിൻ്റെ കൂടെ ആഡ് ചെയ്യും വേണം. ജസ്റ്റ് നമുക്കൊരു പ്രോബ്ലം നോക്കാം, അപ്പോൾ കുറച്ചും കൂടിയും ക്ലാരിറ്റി കിട്ടും. Following is the extract of trial balance of Sun Limited as on 31st March 2019. 8% debentures 5 lakh. Interest on debentures 20,000. Additional information. Interest on debenture is payable on 31st March and 13th September each year. അത് ഹാഫ് ഇയർലി ആയിട്ടാണ് ചെയ്യുന്നത്, 2 പ്രാവശ്യം. ഷോ ഹൗ ദ എബവ് ഐറ്റം വിൽ അപ്പിയർ ഇൻ ദ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ദ കമ്പനി. അപ്പോൾ അത് കുഞ്ഞു പ്രോബ്ലമാണ്. ഇങ്ങനത്തെ പ്രോബ്ലംസ് നമുക്ക് ഷോർട്ട് ആൻസർ ആയിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടി, എത്രയാണ് കമ്പനി ഇക്കൊല്ലം പേ ചെയ്യേണ്ട ടോട്ടൽ ഇൻട്രസ്റ്റ് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യണത്. ഹാഫ് ഇയർലി ആയിട്ടാണ് പേ ചെയ്യണതെന്ന് സംഭവിച്ചു. 8% ഡിബഞ്ചേഴ്സ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, 8%. എത്ര ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ട്, 5 lakh ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് എത്ര വരിക, ടോട്ടൽ ഇൻട്രസ്റ്റ് ഫോർ ദ ഇയർ 5 lakh ഇൻറ്റു 8/100. 5 lakh ഇൻറ്റു 8/100. 40,000 രൂപയാണ് കമ്പനി ശരിക്കും ഒരു കൊല്ലം കൊടുക്കണത്. അതിൽ പാതിയായിട്ടാണ് കൊടുക്കുക. ഹാഫ് ഇയർലി ആയിട്ട് 20,000 31 മാർച്ചിലും ബാക്കി 20,000 13th സെപ്റ്റംബറിലും. നമുക്കിവിടെ ട്രയൽ ബാലൻസിൽ എത്രയേ തന്നിട്ടുള്ളൂ, 20,000 രൂപയാണ് തന്നേക്കുന്നത്. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്, കമ്പനി 20,000 രൂപയാണ് പേ ചെയ്തിട്ടുള്ളൂ. ബാലൻസ് 20,000 എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് ആണ് എന്നാണ് അർത്ഥം. അത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളത് മനസ്സിലാക്കണം. ട്രയൽ ബാലൻസിൽ എത്ര രൂപയാണോ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്, അതെന്താണ്, കമ്പനി പേ ചെയ്തതാണ് ഷെയർ ഹോൾഡേഴ്സിന്. അതായത് ആ ഡിബഞ്ചറിൻ്റെ എമൗണ്ട് അവർ സെറ്റിൽ ചെയ്തു. ബാക്കി ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, കൊടുത്തിട്ടില്ല പക്ഷേ ഇറ്റ്സ് ഡ്യൂ. അപ്പം അതിൻ്റെ അർത്ഥം അത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഇറ്റ്സ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് എന്നാണ്. അപ്പം അതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടി, ആദ്യം നമ്മൾ ടോട്ടൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് നോക്കുക ട്രയൽ ബാലൻസിലേക്ക് മൊത്തം കൊടുത്തുണ്ടോ അതോ എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടോ എന്ന്. അപ്പോൾ ട്രയൽ ബാലൻസിന് എത്ര രൂപയാണോ കൊടുത്തത് അത് കൊടുത്തതാണ്, സെറ്റിൽ ചെയ്തു, ബാക്കിയാണ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ നമുക്ക് ക്ലിയർ ആണ് എന്താണ്, 6 മാസത്തിൻ്റെ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുള്ള 20,000 രൂപ. സോ എന്താണ്, ബാക്കി ഉള്ള 20,000 6 മാസത്തിൻ്റെ പറഞ്ഞിട്ട് എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് ആണ്. സോ നമ്മളെന്താണ്
നമുക്കറിയാം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഫൈനൽ അക്കൗണ്ട്സിൽ. അപ്പോൾ നമുക്കറിയാം റൂളുകൾ ഓരോന്ന് ഓർത്ത് വയ്ക്കുക. എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ എന്ത് ചെയ്യും? ഫിനാൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എത്രയാണോ കമ്പനി കൊടുക്കാനുള്ള ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അത്രയും നമ്മൾ കാണിക്കണം. എത്രയാണ് കമ്പനി കൊടുക്കാനുള്ള ടോട്ടൽ ഇൻട്രസ്റ്റ്? ഗ്രോസ് 40,000 രൂപയാണ്. അപ്പം അത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുക. അതാണ് റൂൾ നമ്പർ 1. സോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഫിനാൻസ് കോസ്റ്റ് എത്ര രൂപ കാണിക്കണം? 40,000. അവിടെ കാണിക്കേണ്ടത് ടോട്ടൽ എമൗണ്ട് ഡ്യൂ ഓൺ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആണ്. എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യണം? നോട്ട്സ് ടു അക്കൗണ്ടിൽ അത് കൃത്യമായിട്ട് കാണിക്കണം. എന്താണ്? ഫിനാൻസ് കോസ്റ്റ് എന്ന് എഴുതിയിട്ട് എന്താണ്, എങ്ങനെയാണ് ഈ 40,000 വന്നത്? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് പെയ്ഡ് എത്രയാണ്? 20,000 അത് തന്നിട്ടുണ്ട്. ആഡ് എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് 20,000 40,000 അതാണ് പറയുന്നത് നോട്ട്സ് ടു അക്കൗണ്ടിൽ. നോട്ട്സ് ടു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ എങ്ങനെ വന്നു എന്ന് റിവീൽ ചെയ്യുന്ന സാധനമാണ്. സോ നോട്ട്സ് ടു അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് പെയ്ഡ് 20,000 തന്നിട്ടുണ്ട് ട്രയൽ ബാലൻസിൽ തന്നാൽ അതിൻ്റെ അർത്ഥം പേ ചെയ്തു എന്നാണ്. സോ 20,000. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് 20,000. സോ 40,000 കാണിക്കാം. ഇനി നമുക്കറിയാം അടുത്ത നമ്മുടെ റൂൾ എന്താണ്? ഇനി ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് കാണിക്കുക എന്നാണ്. നമുക്കറിയാം ബാലൻസ് ഷീറ്റിൽ എന്താ കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞത്? ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് അതാണ് നമ്മുടെ ലൈബിലിറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതർ കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് നമ്മൾ കാണിച്ചേ പറ്റൂ. നമ്മുടെ റൂളിൽ പറയുന്നുണ്ടല്ലേ, ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് അതർ കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. പിന്നെ നമുക്ക് ഒരു ഫിനാൻഷ്യൽ ലൈബിലിറ്റിയും കൂടി അറിയാം. ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു നോൺ കറണ്ട് ലൈബിലിറ്റിയാണ്, അതും ഫിനാൻഷ്യൽ ലൈബിലിറ്റി. അപ്പോൾ അത് ജസ്റ്റ് കാണിക്കാം. ബാലൻസ് ഷീറ്റ് വരയ്ക്കുക. ഫിനാൻഷ്യൽ ലൈബിലിറ്റി 5 lakh, അത് ബോറോവിങ്സ് ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ട്. കറണ്ട് ലൈബിലിറ്റിയിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് നമ്മൾ കാണിക്കേണ്ടത് എങ്ങനെയാണ്? അതർ കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. അതർ കറണ്ട് ലൈബിലിറ്റീസ്. ഔട്ട്സ്റ്റാൻഡിങ് മാത്രമേ കാണിക്കണ്ടൂ, കാരണം മറ്റേത് നമ്മൾ ഓൾറെഡി പേ ചെയ്തു. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ അവർ ലൈബിലിറ്റി. പേ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് നമ്മൾ പേ ചെയ്തു, ഷെയർ ഹോൾഡേഴ്സിനും കൊടുത്തു. സോ നമുക്ക് അതിനെ സംബന്ധിച്ച് ഒരു ലൈബിലിറ്റി ഇല്ല. പക്ഷെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് നമ്മൾ പേ ചെയ്തിട്ടില്ല. സോ ആ 20,000 രൂപ നമ്മൾ കൊടുക്കാനുള്ളതാണ്. അത് അതർ കറണ്ട് ലൈബിലിറ്റീസിൽ 20,000 എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഇനി നോട്ട്സ് ടു അക്കൗണ്ടിൽ പ്രത്യേകം കാണിക്കണം. എന്താണ്? അതർ കറണ്ട് ലൈബിലിറ്റീസ്. അവിടെ 20,000 വരാനുള്ള കാരണം എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് 20,000. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കണു. എന്താണ്? ട്രയൽ ബാലൻസിൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അപ്പിയർ ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻട്രസ്റ്റ് കമ്പനി കൊടുത്തു എന്നാണ്. ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിൽ അപ്പിയർ ചെയ്തതിൻ്റെ അർത്ഥം അത് കമ്പനി കൊടുത്ത ഇൻട്രസ്റ്റ് ആണ്. ആ ഇൻട്രസ്റ്റ് നമ്മൾ നെറ്റ് എമൗണ്ട് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മളത് ഗ്രോസ് അപ്പ് ചെയ്യണം. ഇവിടെ അങ്ങനെയൊന്നുമില്ല. കാരണം എന്താണ്? ഗ്രോസ് എമൗണ്ട് ആണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. സോ നമ്മളെന്താണ്? ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഗവൺമെൻറ്റിന് കൊടുത്തിട്ടില്ലെങ്കിൽ, അത് പ്രത്യേകം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ അതർ കറണ്ട് ലൈബിലിറ്റി എന്ന് പറഞ്ഞ് കാണിക്കണം. ഇവിടെ അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. സോ പേ ചെയ്ത എമൗണ്ടിൻ്റെ ടാക്സ് കൊടുത്തു എന്ന് അസ്യൂം ചെയ്തു. മറ്റേൻ്റെ കൊടുത്തിട്ടില്ല എന്ന് അസ്യൂം ചെയ്ത കാരണമാണ് നമ്മൾ എന്ത് ചെയ്തത്? ടോട്ടൽ എമൗണ്ട് കറണ്ട് ലൈബിലിറ്റിയിൽ കാണിച്ചത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക. താങ്ക് യു കേട്ടോ.